ആവാൻ നമ്മുടെ പേഴ്സണൽ ലൈഫാണ്. നമ്മൾ ഒരു കാര്യത്തിന് ചേസ് ചെയ്യുമ്പോൾ അതിന് മാത്രം ചേസ് ചെയ്തുകൊണ്ട് പോകണം. അത് ശരിയാണ്. ബട്ട് അതിൻ്റെ കൂടുതൽ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഒരാളെ മാത്രം തല കയറ്റി വെക്കണം പാടില്ല. ഇപ്പം പേഴ്സണൽ ലൈഫിലാണെങ്കിൽ ബോയ്സ് ആവാ ഗേൾസ് ആവാം, ഒരാളെ ചേസ് ചെയ്യാൻ നേരത്ത് അവരെ മാത്രം ചേസ് ചെയ്തുകൊണ്ട് പോകുന്നു, അവരോട് മാത്രം സംസാരിക്കുന്നു, കൂടുതലുള്ള ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ലൈഫിൽ ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്കായി തീരും. അതേ രീതിയിലാണ് നമ്മൾ ബിസിനസ്സിൽ നമ്മുടെ ഡ്രീമാണ് അത് അച്ചീവ് ചെയ്യണം. ഓക്കെ, അത് നല്ല ലക്ഷ്യമായിരിക്കും. നമ്മൾ അതിനുവേണ്ടി തന്നെയായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് ഉണ്ട്. ഒറ്റ മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ പോകുന്നവരിക്കും നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യണം. നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യാണ്ട് നമ്മൾ അതിന് മാത്രം വെച്ച് ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ടെൻഷൻ ആൻസൈറ്റി കൂടുകയുള്ളൂ. കാരണം നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി അതിന് തിങ്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം അതിന് നമ്മൾ ഈ പ്രസൻറ്റ് നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഫ്യൂച്ചറുള്ളത്. പ്രസൻറ്റിൽ ഹാർഡ് വർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റൊരു ഓപ്ഷനുള്ളൂ നമുക്ക്. നമ്മൾ ഇപ്പോൾ ഹാർഡ് വർക്ക് കൊടുക്കുന്നു, അതിൻ്റെ